മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് ഇന്ന് പിറന്നാളാണ്. 90കളിൽ മലയാളികളുടെ മനസ്സിൽ നാടൻ സുന്ദരിയായി എത്തി ഇടം പിടിച്ച മഞ്ജു വാര്യർ എന്ന കൗമാരക്കാരിക്ക് ഇന്നും അതേ സ്ഥാനം മലയാള സിനിമയിലും മലയാളി പ്രേക്ഷകരുടെ ഇടയിലുമുണ്ടല്ലേ. അന്ന് മഞ്ജുവിനെ ഒരു നിഷ്കളങ്കത നിറഞ്ഞൊരു പെൺകുട്ടിയായിട്ടാണ് നോക്കിക്കണ്ടതെങ്കിൽ ഇന്നൊരു റോൾ മോഡലായിട്ടാണ് പലരും മഞ്ജു വാര്യരെ കാണുന്നത്. സിനിമയിൽ കരുത്തുറ്റ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ച ഒരാൾ കൂടിയായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മഞ്ജു വാര്യർ. വിവാദങ്ങളും ജീവിത പ്രതിസന്ധികളും ഒന്നും താരത്തെ തളർത്തിയില്ല എന്നതാണ് തിരിച്ചുവരവിലും മഞ്ജുവിനെ ഏറെ പ്രിയങ്കരമാക്കുന്നത്. വർഷങ്ങളോളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്ന് മഞ്ജു ഒന്നൊന്നര തിരിച്ചുവരവായിരുന്നു പിന്നീട് നടത്തിയത്. മലയാളത്തിൽ നിന്ന് ഒരു നടി ഇടവേളയെടുത്തപ്പോൾ ഇത്രയധികം തിരിച്ചുവരണമെന്ന് മലയാളികൾ ആഗ്രഹിച്ച മറ്റൊരു നടി വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരു കൈയും നീട്ടിയായിരുന്നു മഞ്ജുവിനെ രണ്ടാം വരമ്പിലും മലയാളികൾ സ്വീകരിച്ചത്. വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതിലെല്ലാം ഉപരി സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായും പൊതുവേദികളിൽ സംബന്ധിച്ചും എന്തിന് ഒറ്റയ്ക്കൊരു ബൈക്ക് പറത്തി കാശ്മീർ വരെ റെയ്ഡ് പോകാനും തിരിച്ചുവരവിൽ മഞ്ജു മാറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി. എന്നാൽ ഈ അടുത്തായി ഇറങ്ങിയ എമ്പുരാനും തമിഴിലെ അസുരൻ, തുനിവ്, വിടുതലെ, വേട്ടയൻ തുടങ്ങിയ സിനിമകളെല്ലാം മലയാളത്തിനപ്പുറം മഞ്ജു കഴിവ് തെളിയിച്ച സിനിമകളായിരുന്നു. മലയാളത്തിൽ ആദ്യമായൊരു ലേഡി സൂപ്പർ സ്റ്റാർ ടാഗ് ലൈൻ കൊണ്ടുവരുന്നതും മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് തന്നെയാണ്. മലയാളികളുടെ മഞ്ജു വാര്യർക്ക് 1000 പിറന്നാൾ ആശംസകൾ.